രോഹിത്തെ, ഇനി കേരളം DMK ഭരിക്കും. അതായത് അൻവർക്ക പുതിയ പാർട്ടിയുമായി രംഗപ്രവേശനം ചെയ്യാണ്. അമ്പൂക്ക. അപ്പോൾ എന്തായിരിക്കും അമ്പൂക്കയുടെ ലക്ഷ്യങ്ങൾ? പിണറായിയെ തകർക്കുക, CPM-നെ തകർക്കുക മാത്രമായിരിക്കും, അതോ മറ്റെന്തെങ്കിലും ഗൂഢലക്ഷ്യങ്ങൾ? സ്വാഭാവികമായും പുതിയൊരു പാർട്ടിയൊക്കെ പ്രഖ്യാപിച്ച് മുന്നോട്ട് വരുമ്പോൾ അദ്ദേഹത്തിന് കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനം തന്നെയായിരിക്കും ലക്ഷ്യം. അൻപുള്ള അമ്പുക്കാവുക്ക് വടക്കം, അമ്പുക നീങ്ക പെരിയ തലവന വാഴുക, വാഴുക വാഴുക തോഴ വാഴുക. ഓക്കെ, എന്തായാലും ചെന്നൈയിൽ പോയിട്ട് സ്റ്റാലിൻ്റെ പാർട്ടിയുമായിട്ടൊക്കെ വലിയ ചർച്ചയൊക്കെ നടത്തി. അൻവറിൻ്റെ മകനാണ് ആദ്യം മധ്യസ്ഥ ചർച്ചയ്ക്കൊക്കെ പോയത്. പിന്നീട് ഇവിടെ DMKയുടെ രാജ്യസഭാ അംഗം വന്ന് പങ്കെടുക്കുന്നുണ്ട് വൈകിട്ട് നടക്കുന്ന രാഷ്ട്രീയ വിശദീകരണ യോഗം. നമ്മളൊന്നും ചിന്തിക്കാത്ത അപ്രതീക്ഷിതരായ പലരും, അല്ല നമ്മൾ ഒന്നും ചിന്തിക്കാത്ത പലരും അപ്രതീക്ഷിതമായി ഇതിലേക്ക് വരുമെന്നൊക്കെ പറയുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉണ്ടാവും. അറിയില്ല, അതൊക്കെ അമ്പുക എന്തും ചെയ്യാൻ ത്രാണിയുള്ള ആളാണ്, ധൈര്യമുള്ള ആളാണ്, ആൺകുട്ടിയാണ്, രാജാവ് നഗ്നനാണെന്ന് വിളിച്ചു പറയാൻ ധൈര്യം കാട്ടിയ പോരാളിയാണ്. ഭരണപക്ഷത്തിരിക്കുന്ന MLA എന്ന രീതിയിൽ ഭരണപക്ഷത്ത് നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരെ വിളിച്ചു പറഞ്ഞ ആളാണ്. പക്ഷേ പറയുമ്പോൾ അമ്പുക്കയുടെ പാസ്റ്റിലേക്കൊക്കെ ചെയ്യണം. അമ്പുക്കായി കാത്തിരിക്കുന്നത് വലിയ വെല്ലുവിളികളാണ്. അമ്പുക്കയുടെ പഴയ കേസുകളൊക്കെ കുത്തിപ്പൊക്കി കൊണ്ടുവരുമെന്നാണ് കേൾക്കുന്നത്. ആരെയാണ് പിണക്കിയിരിക്കുന്നത്? പിണറായി വിജയനെ നേരിട്ടാണ്. പാർട്ടിയല്ല, പാർട്ടിയുടെ ലോക്കൽ ഘടകത്തെയല്ല, ജില്ലാ സെക്രട്ടറി അല്ല, സംസ്ഥാന സെക്രട്ടറി അല്ല, പിണറായി വിജയനെ. സാക്ഷാൽ പാർട്ടി എന്നാൽ പിണറായി വിജയൻ എന്നും പിണറായി വിജയൻ എന്നാൽ പാർട്ടി എന്നും പറയുന്ന ഇവിടുത്തെ കേരളം ഭരിക്കുന്ന മഹാരാജാവിനെ പിണക്കിയിരിക്കുന്ന മഹാരാജാവ് വലിയ മാന്ത്രിക ഉടുപ്പൊക്കെ ഇട്ട് നടക്കുകയാണ്. ഈ ഉടുപ്പൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വളരെ വിശിഷ്ടമാണ്. അത് ഈ പറയപ്പെടുന്ന എല്ലാവരുടെയും കണ്ണിൽ കാണില്ല. വിശിഷ്യ ഈ പറയപ്പെടുന്ന എന്തെങ്കിലുമൊക്കെ കഴിവുകളുള്ള ആളുകൾക്ക് മാത്രമാണ് ഈ ഡ്രസ്സ് കാണാൻ കഴിയും. അങ്ങനെ ഒരു അദൃശ്യമായ ഡ്രസ്സ്, രാജാവിന് പോലും കാണാൻ കഴിയാത്തൊരു അദൃശ്യമായ മേലുടുപ്പിട്ട് നടന്ന രാജാവിനെ നോക്കി നിഷ്കളങ്കനായ അമ്പുക്ക വിളിച്ചു പറഞ്ഞു, അല്ലയോ മഹാരാജാവേ, നിങ്ങൾ തെറ്റുകാരനാണ്, നിങ്ങൾ നഗ്നനാണ്, നിങ്ങൾ ഈ വസ്ത്രം ധരിച്ചിട്ടില്ല എന്ന്. ഇത് കേട്ടതും രാജാവിൻ്റെ പടയാളികൾക്ക് കാലിളകി. അതുവരെ ഈ എന്തായിരുന്നു, കടന്തൽ കൂട്ടത്തെ ഭരിച്ചിരുന്ന കടന്തൽ രാജയായ അമ്പുക്കയ്ക്ക് നേരെ കടന്തലുകൾ തിരിഞ്ഞു. കടന്തൽ രാജായെ കുത്തി മുറിവേൽപ്പിച്ചു. കടന്തൽ രാജ ആ രാജ്യത്ത് നിന്നുകൂടി മറ്റൊരു രാജ്യത്തേക്ക് പോവുകയാണ്. പുതിയൊരു പടയുമായി വരുന്നു ഈ പറയപ്പെടുന്ന നഗ്നനായ രാജാവിനെ നേരിടാൻ. രാജാവ് നഗ്നനൊന്നുമല്ല, രാജാവ് വളരെ കരുത്തനാണ്, കരുത്തോടുകൂടി നിൽക്കുന്നു. നോക്കൂ, ഇന്ന് രാവിലെയും അദ്ദേഹം പറയുന്നു, എം രാജീവ് കുമാറിനെതിരെയുള്ള സകല തെളിവുകളും മുഖ്യമന്ത്രിക്ക് മുന്നിൽ ഞാൻ സമർപ്പിച്ചിട്ടുണ്ട്, കസേര മാറ്റമല്ല ആവശ്യമെന്ന് PV അൻവർ ആർജവത്തോടെ പറയുകയാണ്. ഇതൊരു മാറ്റമാണ്. KT ജലീൽ രാഷ്ട്രീയത്തിൽ നിന്ന് പിന്മാറുന്നു എന്ന് പറയുന്നു. KT ജലീൽ ഒരുപക്ഷെ എന്തെങ്കിലുമൊക്കെ ഈ രാഷ്ട്രീയത്തിൽ എന്ന് പറയുമ്പോൾ പാർലമെന്ററി രാഷ്ട്രീയത്തിൽ ഒരു സ്ഥാനമാനങ്ങളും തനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് KT ജലീലിൻ്റെ ഒരു പിന്മാറ്റം അവിടെ കാണാം. എന്താണ് മലബാറിൽ ഇടതുപക്ഷത്തിന് സംഭവിക്കുന്നത് എന്ന ചോദ്യം ബാക്കിയാവുകയാണ്. മലബാറിൻ്റെ മണ്ണിൽ കോൺഗ്രസ് തട്ടകങ്ങളിൽ, മുസ്ലിം ലീഗിൻ്റെ തട്ടകങ്ങളിൽ, കോട്ടകൊത്തളങ്ങളിൽ വെള്ളിരി വെട്ടിച്ചവരാണ് ഈ പറയപ്പെടുന്ന PV അൻവറും. നമ്മൾ അംഗീകരിച്ചു കൊടുക്കേണ്ട കാര്യം തന്നെയാണ് PV അൻവറും ഈ പറയപ്പെടുന്ന KT ജലീലും. അതിൽ തന്നെ നിലമ്പൂരിൻ്റെ മണ്ണിൽ പോയി നിന്ന് ആര്യാടന്മാരെ വെല്ലുവിളിച്ചുകൊണ്ട് അവിടെ പാർട്ടിക്കൊരു സ്ഥാനമുണ്ടാക്കി കൊടുത്തു. പാർട്ടി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിന്നുകൊണ്ട് സത്യം പറഞ്ഞാൽ PV അൻവറിനെയൊക്കെ മന്ത്രിസ്ഥാനത്തേക്കൊക്കെ കൊണ്ടുവരുമെന്നാണ് വിചാരിച്ചത്. അദ്ദേഹത്തിൻ്റെ പേരുള്ള അലിഗേഷൻസ് ഒക്കെ കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു പക്ഷേ ഇതൊക്കെ നേരത്തെ മണത്തത് കൊണ്ടായിരിക്കാം. പക്ഷേ എവിടെയാണ് പിഴച്ചത്? PV അൻവർ കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പാർട്ടിയും പാർട്ടി സംവിധാനങ്ങളും പാർട്ടി അണികളും PV അൻവറിനൊപ്പമായിരുന്നു. പക്ഷേ അൻവറിന് അതിൽ നിന്നിട്ട് കിട്ടിയ കോൺഫിഡൻസിൽ അൻവർ വിചാരിച്ചു തനിക്കൊപ്പം പാർട്ടി ഉണ്ടാകുമെന്ന് വിചാരിച്ചു, തനിക്കൊപ്പം മുഖ്യമന്ത്രി ഉണ്ടാകുമെന്ന് വിചാരിച്ചു. മുഖ്യമന്ത്രി പിതൃതുല്യനായിട്ടാണ് അദ്ദേഹം കണ്ടുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ പടമായിരുന്നു അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ ഉണ്ടായിരുന്നത്. പക്ഷേ പറഞ്ഞു ചെന്നപ്പോൾ ഈ കള്ളന്മാരുടെ യഥാർത്ഥ ഒളിത്താവളം എവിടെയാണെന്ന് PV അൻവറിന് മനസ്സിലാവുകയും അത് കൃത്യമായി PV അൻവറിന് മനസ്സിലായി എന്ന് മനസ്സിലാക്കിയെടുത്ത് അവിടെ ഈ ഭരണപക്ഷം, പാർട്ടി നേതൃത്വം, അല്ലെങ്കിൽ പാർട്ടി നേതൃത്വം എന്ന് പറഞ്ഞാൽ പിണറായി ഇടയുകയുമാണ് ഉണ്ടായത്. ഈ വെള്ളം കയറി കാലിൻ്റെ അടിയിൽ തട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു വെപ്രാളമുണ്ട്. ആ വെപ്രാളം മാധ്യമങ്ങൾക്ക് മുന്നിൽ പിണറായി വിജയൻ തുറന്നു കാണിച്ചു, ചിരിച്ചു തീർക്കുമ്പോൾ അവിടെ ഇരുന്ന് TV പ്രസാദ് എന്ന് പറയുന്ന റിപ്പോർട്ടർ ചാനലിൻ്റെ റിപ്പോർട്ടർ അവിടെ ഇരുന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ധൈര്യപൂർവ്വമായ ശരീരഭാഷയിൽ ചോദിക്കുമ്പോൾ പിണറായി വിജയൻ്റെ മുഖത്തുണ്ടാകുന്ന ചെറിയ മാറ്റങ്ങളുണ്ട്. മാറ്റങ്ങളില്ല എന്ന് അദ്ദേഹം കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കരുത്തനായ പിണറായി വിജയനായിരുന്നെങ്കിൽ, ആത്മവിശ്വാസമുള്ള പിണറായി വിജയനായിരുന്നെങ്കിൽ TV പ്രസാദിന്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ അങ്ങനെ ആയിരിക്കില്ല പ്രതികരിക്കാം. ഇറങ്ങിപ്പോ എന്ന് പറയാൻ ത്രാണിയുള്ള ആർജവമുള്ള നേതാവാണ് പിണറായി വിജയൻ. പക്ഷേ അത് പറഞ്ഞില്ല. കാരണം അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസ് ലെവൽ ലോ ആയിരുന്നു. അദ്ദേഹത്തിന് ആത്മവിശ്വാസം ഉണ്ടായിരുന്നില്ല. ചോദ്യങ്ങൾ തനിക്ക് നേരെ, വിരലുകൾ തനിക്ക് നേരെ നീളാൻ തുടങ്ങി എന്ന് മനസ്സിലാക്കിയെടുത്ത് വെട്ടിയൊതുക്കലിൻ്റെ അടുത്ത തന്ത്രം മെനയുമ്പോൾ വെട്ടിയൊതുക്കലിന് മുന്നേ ഇറങ്ങിപ്പോകാൻ ത്രാണിയുള്ള PV അൻവർ അവിടെ നിന്ന് പോവുകയാണ്. ചെന്നൈയിലേക്ക് പോവുകയാണ്. ചെന്നൈയിൽ പോയി അദ്ദേഹം DMK, ദ്രാവിഡ മുന്നേറ്റ കഴകം, ആ ദ്രാവിഡ മുന്നേറ്റ കഴകം കേരളത്തിലേക്ക് കൊണ്ടുവരികയാണ്. കേരളത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിൻ്റെ പേര് ദ്രാവിഡ മുന്നേറ്റ കഴകം എന്നൊന്നുമല്ല. അദ്ദേഹത്തിൻ്റെ സ്വന്തം പാർട്ടിയായി ഇന്ന് നിലമ്പൂരിൽ അദ്ദേഹം നോക്കൂ, നിലമ്പൂരിൽ PV അൻവറിന് കൊടിവാരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇന്ത്യ മുന്നണിയുടെ
ഭാഗമായി നിൽക്കുന്ന ഡി എം കെ വളരെ കരുത്താർജിച്ച് തമിഴ്നാട്ടിൽ മുന്നോട്ട് പോകുന്നു. ഡി എം കെക്ക് സത്യം പറഞ്ഞാൽ അണ്ണാ ഡി എം കെ ഇപ്പോൾ ഒരു വെല്ലുവിളിയേ അല്ല. അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ഡി എം കെക്ക് ഒരു സ്ഥാനാർത്ഥി ഉണ്ടാകും എന്നാണ് ഡി എം കെയിലെ കേരളത്തിലെ പ്രവർത്തകർ വിശ്വസിച്ചിരിക്കുന്നത്. നോക്കൂ, എൻ്റെ വീട് കൊല്ലം ജില്ലയിലാണ്, പുനലൂരിനടുത്താണ്. സ്വാഭാവികമായിട്ടും തമിഴ്നാടുമായി വലിയ ദൂരമൊന്നുമില്ല. അപ്പോൾ അവിടെ ഡി എം കെയുടെ പ്രവർത്തനങ്ങൾ വളരെ സജീവമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു ദിവസം നാട്ടിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ നാഷണൽ ഹൈവേ മുഴുവൻ ബ്ലോക്ക്, കൊല്ലം തേനി ദേശീയപാത മുഴുവൻ ബ്ലോക്ക് ആയിരിക്കുന്നു. ഞാൻ തിരക്കിയപ്പോൾ എന്താ ഡി എം കെയുടെ ഒരു റാലി വരിക. ഞാൻ ഞെട്ടിപ്പോയി. തമിഴ്നാട്ടിൽ നിന്ന് വന്ന 100 കണക്കിന് ഫോർച്യൂണറുകളും ഇന്നോവകളും ഒപ്പം കേരളത്തിലെ കുറേ ആളുകളും ഒക്കെ ആയി ഡി എം കെയുടെ പാർട്ടി ഓഫീസ് തുറന്നിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ തിരക്കിയപ്പോഴാണ് മനസ്സിലായത് കേരളത്തിലെ ഏതെങ്കിലും ഒരു സീറ്റിൽ ഡി എം കെ ഏതെങ്കിലും ഒരു മുന്നണിയുടെ ഭാഗമായി അടുത്ത തവണ മത്സരിക്കും. അതൊരു പക്ഷേ ഇടതുപക്ഷ മുന്നണിയുടെ ഭാഗമായിരിക്കുമെന്നൊക്കെയാണ് അവർ പറയുന്നത്. പക്ഷേ അത് പുനലൂരായിരിക്കും. അപ്പോൾ എനിക്കറിയില്ല, പുനലൂരിൽ സിറ്റിംഗ് സീറ്റിൽ CPI ഇരിക്കുന്നു, പുനലൂരിലായിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് പുനലൂരിൽ ഇപ്പോൾ ഒരുപാട് ലോക്കൽ നേതാക്കന്മാർ ഡി എം കെയിലേക്ക് ഒഴുകിയെത്തി അവിടെ വളരെ സജീവമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. എന്തായാലും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ അതിനു മുമ്പ് വരാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ മലപ്പുറം ജില്ലയിൽ PV അൻവറിന്റെ പാർട്ടി ശക്തി തെളിയിക്കുന്നുണ്ട്. ഒരു വേരോട്ടം PV അൻവറിന് ഉണ്ടാവോ ഡി എം കെയിലേക്ക് ചേക്കേറി കഴിയുമ്പോൾ, അല്ലെങ്കിൽ പുതിയ പാർട്ടി പ്രഖ്യാപിക്കുമ്പോൾ? അല്ലെങ്കിൽ സ്വതന്ത്രനായി നിന്നെങ്കിൽ പോലും ഇടതുപക്ഷ സ്വതന്ത്രനായിരുന്ന PV അൻവറാണ്. അദ്ദേഹം പൂർണ്ണമായ സ്വതന്ത്രനാകും. അപ്പോൾ അദ്ദേഹത്തിന് അവിടെ വെല്ലുവിളി ഉയർത്തുന്നത് ആരൊക്കെയാ? ഇടതുപക്ഷവും വലതുപക്ഷവും ഒരു പരിധി വരെ BJP കൊണ്ട് വലിയ പ്രസക്തിയൊന്നുമില്ല. അപ്പോൾ വലതുപക്ഷം എന്ന് പറയുമ്പോൾ മലപ്പുറത്തിന്റെ മുസ്ലിം ലീഗിന്റെ മണ്ണാണ്, മുസ്ലിം ലീഗിന്റെ എന്തിനും. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ വലിയ വെല്ലുവിളിയാവാൻ PV അൻവറിന് സാധിക്കുമോ എന്ന് എനിക്കറിയില്ല. TP ചന്ദ്രശേഖരൻ RMP ഉണ്ടാക്കിയ കഥ നമുക്കറിയാം. RMP ഉണ്ടാക്കിയപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ CPMന്റെ ഇടതുപക്ഷത്തിന്റെ സിറ്റിംഗ് സീറ്റ് കോൺഗ്രസിന് പോകാൻ TP ചന്ദ്രശേഖരന്റെ സ്ഥാനാർത്ഥിത്വം അവിടെ സഹായകമായി. പിന്നീട് TP ചന്ദ്രശേഖരൻ ഇല്ലാതായതിനു ശേഷം ഒരു നിലനിൽപ്പിന് തനിക്കൊരു ശക്തി വേണമെന്ന് മനസ്സിലാക്കിയ KK രമ UDFിലേക്ക് ചേക്കേറി. അവിടെയും അദ്ദേഹത്തിന്റെ പാർട്ടിയുമായിട്ട് തന്നെയാണ് KK രമ വന്നത്. അദ്ദേഹത്തിന്റെ ആശയങ്ങളിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ശത്രുവിന്റെ ശത്രുമിത്രം ആ ഒരു രീതിയാണ് അവരവിടെ എടുത്തത്. ഉറപ്പായും UDF ആയാലും കോൺഗ്രസ് ആയാലും അവർക്ക് വേണ്ടുന്ന പ്രൊട്ടക്ഷൻ നൽകി അവർക്കൊപ്പം തന്നെ നിൽക്കുന്നുണ്ട്. KK രമയെ തൊട്ടാൽ ഞങ്ങൾ ഇറങ്ങും എന്നൊരു പ്രതീതി അവിടെ ഉണ്ടാക്കി പോകുന്നുണ്ട്. ഇതേ രീതിയിൽ PV അൻവർ അടുത്ത തവണ മത്സരത്തിൽ ഇറങ്ങുമ്പോൾ അത് ഇടതുപക്ഷത്തിന് വലിയൊരു വെല്ലുവിളിയാകാൻ അവിടെ സാധിക്കും. അത് പ്രയോജനം ചെയ്യുക വലതുപക്ഷത്തിനാണ്. പക്ഷെ PV അൻവറിനെ സംബന്ധിച്ചിടത്തോളം വലതുപക്ഷം ജയിക്കുക എന്നതിനപ്പുറത്തേക്ക് ഇടതുപക്ഷത്തിന് പണി കൊടുക്കുക, അല്ലെങ്കിൽ തന്നെ തള്ളിക്കളഞ്ഞ എന്താ പറയുക, തന്നെ വെറുതെ അങ്ങ് എടുത്ത് താൻ എത്രയേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് അവർക്കൊരു പണി കൊടുക്കുക എന്ന ലക്ഷ്യമായിരിക്കും PV അൻവർ ഉണ്ടാകുക. പക്ഷെ PV അൻവർ ആയതുകൊണ്ട് തന്നെ ഇദ്ദേഹം എങ്ങനെയൊക്കെ ചിന്തിക്കുമെന്ന് എങ്ങനെയൊക്കെ പ്രവർത്തിക്കുമെന്നും വന്നാൽ മാത്രമേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. PV അൻവറിന് ഇപ്പോൾ അവിടെ ലഭിക്കുന്ന വലിയ ജനസ്വീകാര്യതയുണ്ട്. സ്വാഭാവികമായിട്ട് ഒരു MLA ഒരു സമ്മേളനമൊക്കെ വിളിക്കുമ്പോൾ ആളുകളൊക്കെ വരും. ഇതിൽ എത്ര പേര് കൂടെ നിൽക്കും, എത്ര പേര് പോകും, എത്ര പേര് പൈസ കൊടുത്തുകൊണ്ട് വരും എന്നൊക്കെ ഉള്ളത് രണ്ടാമത്തെ കാര്യമാണ്. എന്ത് തന്നെയായാലും കേരളത്തിൽ പുതിയൊരു പാർട്ടി കൂടി ജനിക്കുന്നു. ദ്രാവിഡ മുന്നേറ്റ കഴകമൊന്നുമല്ല, DMK. അപ്പോൾ പിന്നെ ഈ DMK മലബാറിൻ്റെ മണ്ണിൽ ഒരു വലിയ വെല്ലുവിളിയാകുമോ അതോ എന്താകും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട ഒന്ന് തന്നെയാണ്. ഞാൻ ഫോണിൽ നോക്കിയത് രാവിലെ ഞാനൊരു വളരെ രസകരമായ ഒരു ട്രോള് കണ്ടു. പാർട്ടി പേര് ഉറപ്പിച്ച അൻവർ ബോർഡുകൾ മഞ്ചേരിയിൽ സ്ഥാപിച്ചു. ജില്ലയുടെ പേര് തമിഴിൽ പറയണമല്ലോ, എന്തു പറയും? മലൈ ഉച്ചി. ഓക്കെ, മലൈ ഉച്ചി. ഇതൊരു ട്രോളാണ്. അപ്പം രാവിലെ കണ്ടതാണ്. എന്തായാലും ട്രോളുകളൊക്കെ ഇറങ്ങാൻ തുടങ്ങിയിരിക്കുന്നു. അമ്പുക്ക അരുമയാന അൻപുക്കാവുക്ക് അൻപോടെ വാഴുക 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 സോദര നീങ്ക വാനോളം ഉയരട്ടും ഉങ്ക ഖാദി എന്നൊക്കെ എനിക്ക് പറയാനുള്ളൂ. ഇനി PV അൻവറിന് വേണ്ടി വോട്ട് പിടിക്കാൻ നമ്മുടെ പിണറായി വിജയൻ സഖാവിന്റെ അൻപത്തോടനായ സ്റ്റാലിൻ നേരിട്ട് വരുമോ? കണ്ടറിയണം. അത് ശരിയല്ലേ? കണ്ടറിയണം മലപ്പുറമേ, നിനക്ക് എന്ത് സംഭവിക്കും എന്നുള്ളത് നിലമ്പൂരിന്റെ ഭാവി അൻപുക്കാവിടെ കയ്യിലാണ്. ഇനി ചിന്ന ചെന്തമിൽ പേശി തുടങ്ങാം. ഓക്കെ.